നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇന്ന് കേരളം ആരോഗ്യ മേഖലയിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നുണ്ട് എന്ന വീമ്പ് പറയുമ്പോഴും പ്രാകൃതമായ പ്രസവ രീതികൾ ഇന്നും നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിൽ നടക്കുന്നുണ്ടതിന്റെ തെളിവ് ഏറ്റവും ഒടുവിൽ ഇതാ പുറത്തു വരികയാണ്. 35 വയസ്സുകാരിയായ ഒരു യുവതിയുടെ 5ാം പ്രസവം വീട്ടിൽ നടന്നതുമായി ബന്ധപ്പെട്ട് 3 മണിക്കൂർ നേരം ഗർഭസ്രവം നടന്നതിന്റെ പിന്നാലെ തന്നെ മരണം ഉറപ്പിക്കുകയായിരുന്നു. ഈ മരിച്ചതാകട്ടെ ആരും അറിയാതെ മൂടാൻ ശ്രമിച്ച ഭർത്താവ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. പ്രാകൃതമായ ഇത്തരം രീതികൾ ഇന്നും പുലർത്തിക്കൊണ്ടു പോകുന്ന പല കുടുംബവും നമുക്കിടയിൽ ഇന്നും ഉണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിൽ തെളിവാണിത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 5 മരണമെങ്കിലും സമാനമായ രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അറിയാതെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകണം. എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും ഒടുവിലുണ്ടായ ആ മലപ്പുറത്തുണ്ടായ ഇത് മലപ്പുറം ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൽ ഈ രണ്ടുപേരും മരിച്ചിട്ടുള്ള അസ്മ എന്ന് പറയുന്ന 35 വയസ്സായിട്ടുള്ള യുവതിയും ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീൻ 38 വയസ്സാണ്. ഇവർ രണ്ടുപേരും മലപ്പുറംകാരല്ല. ഇതിൽ അസ്മ പെരുമ്പാവൂരാണ്, അതുപോലെ സിറാജുദ്ദീൻ പെരുമ്പാവൂരാണ് അല്ല എറണാകുളം പെരുമ്പാവൂരും. അതുപോലെ തന്നെ സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ്. പക്ഷെ ഇവര് 1.5 വർഷമായിട്ട് ഈ മലപ്പുറത്ത് ഈ ഒരു പ്രദേശത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇതിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഈ അയൽപ്പക്കത്തുള്ളവർ പോലും അറിയുന്നത് ഇവർക്ക് ഇതല്ലാതെ തന്നെ 4 മക്കളുണ്ട് എന്നുള്ളത്. 4 മക്കളും ആ വീട്ടിലുണ്ട് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ലെന്നും. മാത്രമല്ല ഈ അസ്മേനെ അധികം പുറത്തേക്ക് കാണാറില്ല. ദിവസം ഒരു നേരം, അതായത് ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വയ്ക്കാൻ, അതായത് ഇവരുടെ വീടിന്റെ മുറ്റത്തേക്ക് വണ്ടി എത്തില്ല അത്ര. അപ്പോൾ സ്കൂൾ ബസ്സോ മറ്റോ വരുമ്പോൾ ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി മാത്രമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. അപ്പോൾ മാത്രമാണ് അവരെ കണ്ടിട്ടുള്ളത്. അല്ലാതെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിന്റെ ബാക്ക് സൈഡിലോ ഒന്നും തന്നെ അവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന 38 വയസ്സായിട്ടുള്ള ഈ പറയുന്ന വ്യക്തി മത ക്ലാസ്സുകളും അതുപോലെ തന്നെ ഈ മത പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അതാണ് ജോലി എന്നൊക്കെയാണ് ഈ വരുന്ന സമയത്ത് ഈ അയൽക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. ഇവർ ഈ പറയുന്ന പോലെ നാട്ടുകാരുമായോ അല്ലെങ്കിൽ അപ്പുറത്തുപ്പുറത്തുള്ള വീട്ടുകാരുമായിട്ടൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. വളരെ ഉൾവലിഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ 4 കുട്ടികളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഏകദേശം വൈകുന്നേരം 6 മണിക്കാണ് ഈ അസ്മയ്ക്ക് പ്രസവവേദന തുടങ്ങിയത്. 6 മണിക്കാണ് വീട്ടിൽ ഈ പ്രസവം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ഭർത്താവ് തന്നെയാണ് പ്രസവം എടുത്തത്. അങ്ങനെ പ്രസവിച്ചു. ആൺകുഞ്ഞാണ്. അതിനുശേഷം ഇവർ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. വേദന കൊണ്ടും രക്തസ്രാവം വന്നു തുടങ്ങി. ആ സമയത്ത് ഒന്നും തന്നെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചില്ല. 9 മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു 3 മണിക്കൂർ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവർ ഈ പറയുന്ന വ്യക്തി അവരെ ആശുപത്രിയിൽ അപ്പോൾ പോലും എത്തിച്ചില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒടുവിൽ അവർ മരിക്കുകയായിരുന്നു. അതിനുശേഷം രാത്രി അതിനും ഇരട്ടിയപ്പോഴാണ് ആംബുലൻസ് വിളിക്കുന്നു. അതിനിടയിൽ ഒരു ബന്ധുവിനെ വിളിച്ച് മാത്രം പറഞ്ഞു ഇങ്ങനെ അസ്മ മരിച്ചു എന്ന് പറഞ്ഞു. പെരുമ്പാവൂരിലോട്ട് അസ്മയുടെ വീട്ടിലോട്ട് ശരീരം കൊണ്ടുപോവുകയാണ്. കാരണം അസ്മയുടെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് അസ്മയുടെ ഉപ്പയെ കബറടക്കിയിട്ടുള്ള സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ അസ്മയും കബറടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അസ്മയുടെ മൃതദേഹവുമായിട്ട് പെരുമ്പാവൂർ പോവുകയാണെന്ന് പറഞ്ഞു. സുഹൃത്തിനോട് മാത്രമാണ്. ഇയാൾ അതിനിടയിൽ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, കുഞ്ഞ് ജനിച്ചതായിട്ട് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. ആ സമയത്ത് ഒന്നും തന്നെ വീട്ടുകാർ ഇത് അറിയുന്നില്ല. പിന്നീട് ആംബുലൻസ് വിളിച്ചു. പക്ഷെ ആംബുലൻസ് ഡ്രൈവർക്ക് ഒരു സംശയം തോന്നി. കാരണം പായയിൽ പൊതിഞ്ഞിട്ടാണ്, ശ്വാസതടസ്സം എന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞത്. പക്ഷെ മൃതദേഹം ഈ പറയുന്ന പോലെ പായയിൽ പൊതിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 4 കുഞ്ഞുങ്ങളുണ്ട്. ഒരു പൊടിക്കുഞ്ഞ് കയ്യിലുണ്ട്. അത് ആ കുഞ്ഞിന്റെ ശരീരത്തിലെ ബ്ലഡ് പോലും തുടച്ചു കളഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംബുലൻസ് ഡ്രൈവറൊക്കെ എത്രത്തോളം ഇത്തരത്തിലുള്ള അപകടങ്ങളും അവരൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. അയാൾക്ക് കൃത്യമായിട്ട് എന്തോ സംശയമുണ്ടെന്ന് മനസ്സിലായി. പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒടുവിൽ വീട്ടിലേക്ക് എത്തി. പുലർച്ചെയാണ് ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവിടേക്കും പോലീസും എത്തി. ഈ പറയുന്ന അസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിയപ്പോൾ തന്നെ അവർ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്താണ്, എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മരണം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഇവർക്ക് സംശയം തോന്നി. ഇപ്പോൾ അവിടെ കയ്യേറ്റം ഉണ്ടായി. അപ്പോഴേക്കും പോലീസ് എത്തി. പിന്നീടാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അവിടെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടക്കും. കുഞ്ഞിന് ജീവനും കുഴപ്പമില്ല. ഇപ്പോൾ അവിടെ പീഡിയാട്രിക് വിഭാഗത്തിലെ ചികിത്സയിലാണ്. കുഴപ്പമില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇയാൾക്ക് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏതായാലും വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് നമ്മൾ ഒരുപാട് ഇത്തരത്തിൽ വാർത്തകൾ വരുന്നതാണ്, കാണുന്നതാണ്. എന്നിട്ടും ആളുകൾ ഇത്തരത്തിലുള്ള രീതി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അതെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കോഴിക്കോട് ഇത്തരത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു. അതും ഇവര് വീട്ടിൽ പ്രസവമൊക്കെ എടുത്തതൊന്നും ആരും തന്നെ അറിഞ്ഞില്ല. പക്ഷെ ഇവർക്ക് കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് വേണം.
അപ്പോൾ അത് പോയപ്പോൾ അവർ കൊടുത്തില്ല, ആശുപത്രിക്കാർ കൊടുത്തില്ലേ, എന്ത് പറഞ്ഞു കൊടുക്കും? കാരണം അവർ വീട്ടിലാണ് പ്രസവം എടുത്തിരിക്കുന്നത്. ഈ സമയത്തൊക്കെ ചികിത്സ നേടിയതിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇവരിൽ യാതൊരു തരത്തിലുള്ള തെളിവുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? മനുഷ്യാവകാശ കമ്മീഷൻ പോയി പരാതി കൊടുത്തപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആ ഭാര്യയും ഭർത്താവൊക്കെ തന്നെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ഇതിനെക്കുറിച്ചിട്ടൊരു പരിചയമില്ലാത്ത ആളുകൾ പറയുന്നതാണ്, പ്രസവിച്ചു, ഭർത്താവാണ് പ്രസവം എടുത്തത്, പൊക്കിൽ കൂടി മുറിക്കാനായിട്ട് അപ്പോൾ പോയി ഒരു ബ്ലേഡ് വാങ്ങിയിട്ട് വന്നു, അത് വെച്ചിട്ട് മുറിച്ചു എന്നൊക്കെ പറയാം. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ ആവുകയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഇത് വളരെ അതിദാരുണം എന്ന് പറയാൻ പറ്റുള്ളൂ. ആ 3 മണിക്കൂറോളം അവർ സഹിച്ചൊരു വേദന ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എന്തോ ആരും ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ ആരും പഠിക്കുന്നില്ല, വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഇത് നടക്കുകയാണ്. ഒരു പക്ഷേ ഇതിപ്പോൾ ഈ ഒരു കേസിന്റെ ഒക്കെ തന്നെ ഈ സംഭവ വികാസം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെങ്കിലും വീണ്ടും ഒരു വിവാഹം കഴിച്ച് ഇതേ രീതിയിൽ തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് കൂടിയാണ്. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ മതപണ്ഡിതന്മാരുടെ ഇന്റർവ്യൂകളും അത്തരം ചർച്ചകളും ഒക്കെയാണല്ലോ സജീവമാക്കി കൊണ്ടുവരുന്നത്. ഏകദേശം 63,000-ലധികം ഫോളോവേഴ്സ് അടക്കം ഇയാളുടെ ഈ യൂട്യൂബ് ചാനലിൽ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതെ അതെ, മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലാണ്. പറയുന്ന പോലെ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. 4 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ, മരിച്ചതിന് ശേഷം പുനർജനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടു നോക്കിയില്ല. പക്ഷെ അതിന്റെയൊക്കെ നമുക്കൊരു ഹെഡ്ലൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ഈ പറഞ്ഞ പോലെ തന്നെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം തലയ്ക്ക് പിടിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്കറിയാം പല മരണങ്ങൾ നടന്നു പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതിന് പിന്നിലുള്ള പല ദുരൂഹതകളും പുറത്തു വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഈ പ്രസവിക്കുന്ന നമ്മുടെ ഈ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഒരു തലവേദനയാണ് ഇത്തരത്തിൽ ഈ വീടുകളിൽ പ്രസവം നടത്തുന്നത് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴും നമ്മുടെ കേരളം മുൻപിൽ തന്നെയാണ്. ഈ മാതൃശിശു മരണ നിരക്കൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ മുൻപിൽ തന്നെയാണ്. അത് നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനം എന്ന് തന്നെ വേണം പറയാൻ, കുറയുന്ന കാര്യത്തിൽ. അതെ, നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ആരെങ്കിലും ഗർഭിണിയാണെന്നുണ്ടെങ്കിൽ ആശാപ്രവർത്തകർ കൃത്യമായിട്ട് വന്ന് ഡീറ്റെയിൽസ് എടുക്കും. നമ്മുടെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ, അവർക്കുള്ള മരുന്നുകളൊക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയെടുക്കും. ഇപ്പം ഇങ്ങനെ ഈ ചികിത്സ ഇങ്ങനെ ഈ ഒരു പ്രസവം വീട്ടിലെടുക്കാമെന്ന് ചിന്തിക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ഇപ്പോൾ പൂർവികരെയൊക്കെ എടുക്കുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇത്തരത്തിൽ ഇവർ വീടുകളിൽ പ്രസവിച്ചിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ പണ്ട് കാലത്തും ഈ പറയുന്ന പോലെ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവായിരിക്കാം. പക്ഷെ ഇന്ന് കൃത്യമായിട്ട് രേഖകളുണ്ട്, എല്ലാ ഡാറ്റകളും ഇന്ന് എൻ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഇതൊന്നും അത്രയൊന്നും സംവിധാനങ്ങളില്ലല്ലോ. ഒരുപക്ഷെ അന്നും ഇത്തരത്തിലുള്ള ആളുകൾ മരിച്ചിട്ടുണ്ടാവായിരിക്കും, അമ്മമാർ മരിച്ചിട്ടുണ്ടാവാം, കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടാവാം. മാത്രമല്ല ഈ പ്രസവശേഷി ഈ അമ്മമാർ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഒക്കെ കൃത്യമായിട്ട് ചികിത്സ തേടിയിട്ട് പ്രസവിക്കുന്നവരാണെങ്കിൽ കൂടി അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വർഷങ്ങളോളം അനുഭവിക്കുന്നവരെ നമുക്കറിയാലോ. അപ്പോൾ അത്തരത്തിലുള്ള മരണങ്ങളൊക്കെ അന്നും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഇവർ ഈ പറയുന്ന എക്സ്ക്യൂസ് എന്ത് കണ്ടിട്ടാണോ എന്തോ, കാരണം അന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അന്നൊന്നും എവിടെയും വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാൻ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ല. അതുകൊണ്ട് പണ്ട് കാലത്ത് ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ, പ്രസവിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ വളരെ മണ്ടത്തരം എന്ന് പറയാൻ സാധിക്കുള്ളൂ. മാത്രമല്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു കുടുംബത്തിൽ 8, 9, 10 മക്കളും ഉണ്ടാവും. പക്ഷെ ഇന്നൊക്കെ അങ്ങ് കുറവാണ്. കാരണം ഇന്നൊക്കെ 1, 2 കുട്ടികൾ മാത്രമാണ് എല്ലാവരും തീരുമാനിക്കുന്നതും ഉള്ളതും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇത്തരത്തിൽ പ്രസവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ വാർത്തകൾ തന്നെ ഈ ഇടുക്കി, വയനാട് പോലെയുള്ള ഈ ഒരു മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് വാഹനം അവർക്കൊക്കെ ഈ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ട് എത്താത്ത പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ട് ആംബുലൻസിൽ യുവതി പ്രസവിച്ചു, അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തുന്ന വഴി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അവിടേക്കൊക്കെ ഈ പറയുന്ന സംവിധാനങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. വരും വർഷങ്ങളിൽ അതൊക്കെ തന്നെ കൃത്യമായിട്ട് അവിടേക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന വികസിത രാജ്യങ്ങളിൽ, പുറത്തുള്ള നമ്മുടെ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള രീതി നടത്തുന്നുണ്ട്, പ്രസവം വീട്ടിൽ തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ അവർ കൃത്യമായിട്ട് നിയമവശങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതിനുള്ള ആരോഗ്യ പ്രവർത്തകരൊക്കെ തന്നെ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഇതിനെക്കുറിച്ചിട്ട് ആ പ്രസവിക്കാൻ പോകുന്ന യുവതിക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള എക്സസൈസും കാര്യങ്ങളും കൊടുക്കും. അവർക്കും അതിനൊരു പരിശീലനം കൊടുക്കും, ഭർത്താവിന് കൊടുക്കും. പിന്നെ എന്തെങ്കിലും ക്രിറ്റിക്കലായി കഴിഞ്ഞാൽ തന്നെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ പുറത്ത് തയ്യാറാക്കിയിട്ടാണ് ഈ വീട്ടിൽ പ്രസവിക്കാം എന്നുള്ള രീതിയൊക്കെ വികസിത രാജ്യങ്ങൾ അവർ തിരഞ്ഞെടുക്കുന്നത്. മാത്രമല്ല അവർ നിന്നൊക്കെ കൃത്യമായിട്ട് സൈൻ ചെയ്ത് വാങ്ങും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അതൊന്നും ഇപ്പോഴും ഇല്ല. ഈ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരൊക്കെ വീട്ടിൽ വന്ന് പ്രസവം എടുക്കുന്ന രീതി പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. ഇന്നൊന്നും ആ രീതിയില്ല. പിന്നെ അത്രയും ഡേഞ്ചറുമാണല്ലോ. അതെ, കാരണം ഇതൊക്കെ എപ്പോൾ ക്രിറ്റിക്കൽ ആവും എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും ആരോഗ്യപരമായി സംരക്ഷണവും പ്രൊട്ടക്ഷനും വിളിച്ചാൽ വെളിപ്പുറത്ത് ഡോക്ടർമാരൊക്കെ ഉള്ള സമയത്തിൽ പോലും എത്രയോ പേരുടെ മരണം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വീട്ടുകാരുടെ പ്രതിഷേധമൊക്കെ തന്നെ ഉണ്ടാകുന്ന ആശുപത്രി. കാരണം ഇത്
ഏറ്റവും അതിൽ ഒരു പ്രസവം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ് നമുക്ക് ഈ ബ്ലീഡിങ്, രക്തസ്രാവം എന്ന് പറയും. ഇപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ഈ അസ്മയ്ക്ക് സംഭവിച്ചതും വീട്ടിൽ ഇപ്പം നടത്തി, ഒരുപക്ഷെ ഈ രക്തസ്രാവം കാരണം ഒരുപക്ഷെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 3 മണിക്കൂറോളം രക്തസ്രാവം വന്ന് കിടന്നു എന്നാണ് പറയുന്നത്. അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഈ വീട്ടിൽ പ്രസവം എടുക്കുന്നവർ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറയുന്നൊരു ഉദാഹരണമാണ്, നമുക്ക് അവിടെ വേദനയൊക്കെ വരുമ്പോൾ, വീട്ടിൽ ഉണ്ടാകുന്ന സമയത്ത് വേദന വരുമ്പോൾ നമ്മുടെ ഭർത്താവ് ഉണ്ടാവും, അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ നമ്മളതിനൊരു മെന്റൽ സപ്പോർട്ട് തരാൻ കൂടെ ഉണ്ടാകുമല്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിലും അതിനുള്ള സംവിധാനമുണ്ട്. അതിനുവേണ്ടി നമ്മുടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ് ബർത്ത് കമ്പാനി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇന്ന് നമുക്ക് ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന യുവതിക്ക് പ്രസവിക്കാൻ കയറുന്ന അമ്മ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവിനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത നമുക്ക് ആരെയാണ് ആവശ്യം അവരെ നമുക്ക് ഈ ഒരു ഡെലിവറി റൂമിലോട്ട് കയറ്റാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതും ഒരു മിഥ്യാധാരണയാണ്. ഇങ്ങനെ മെന്റൽ സപ്പോർട്ട് വേണമെന്നുള്ളവർ എല്ലാവരും ആ രീതിയൊന്നും തെരഞ്ഞെടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു. പക്ഷെ സെലിബ്രിറ്റികളൊക്കെ കണ്ടിട്ടില്ലേ, ഭർത്താവ് ഡെലിവറി റൂമിലൊക്കെ നിന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് അതിന് മുൻപ് ഒരു ഡാൻസ് ഇപ്പോൾ മസ്റ്റ് ആണല്ലോ, ഡെലിവറി പൂർണ്ണ വയറുമായി ഡാൻസ് കളിക്കുന്നതൊക്കെ ഇപ്പൊ വൈറലാണല്ലോ. അപ്പോ വൈറലാകാനായി നടക്കുന്ന കുറെ ആളുകൾ ഈ ഗർഭം, അതായത് ആ 2 ലൈൻ വരുന്ന പ്രഗ്നൻസി കിറ്റിലെ 2 ലൈൻ അടക്കം കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ചിത്രീകരണം ഓരോ നിമിഷവും ഒന്ന് വിടാതെ നമ്മൾ ഒരു പോയിന്റ് പോലും വിടാതെ ലൈവായി പ്രേക്ഷകർ മുന്നിൽ എത്തി നിൽക്കുന്ന മറുവിഭാഗം. ഇതൊന്നുമല്ല, 9 മാസം ഗർഭിണിയായിട്ടും തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും അറിയാതെ നടക്കുന്ന മറ്റൊരു വിഭാഗം. എന്തിനേറെ പറയുന്നു, സ്വന്തം മകൾ ഗർഭിണിയായിട്ട് വീട്ടുകാർ പോലും അറിയാത്ത, സ്വന്തം വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാർ പോലും അറിയാത്ത സംഭവ വികാസങ്ങൾ മറുവശത്ത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ സംഭവ ബഹുലം തന്നെ എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓരോ പ്രശ്നവും പുറത്തു വരുമ്പോഴാണല്ലേ ഈ IB ഉദ്യോഗസ്ഥരുടെ മരണമടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല പെൺകുട്ടി ഗർഭിണിയാണെന്നും ഗർഭചിത്രം നടത്തിയെന്നും വിവാഹം നടത്തിയെന്നത് വ്യാജമായ രേഖകൾ ചമച്ചൊക്കെ തന്നെ ഈ സംഭവങ്ങളൊന്നും തന്നെ ആരും അറിയുന്നില്ല. ഒരു 4 ചുമരിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് തൊട്ടടുത്തുള്ള മുറിയിലെ അമ്മയ്ക്കോ അച്ഛനോ അറിയുന്നില്ല. അങ്ങനെ സംഭവ വികാസങ്ങൾ നടക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് മതവെറിയിൽ തിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മതവെറിയിൽ തലച്ചോറ് തിന്ന് തീർക്കുന്ന തരത്തിലുള്ള ഈ പ്രവണത ഇനിയും നമ്മുടെ നാട്ടിൽ വെച്ച് പൊറപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ്. ഇയാൾ ഏതായാലും കുടുംബവും പിന്നെ ഇവരെല്ലാം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കും, ഇവർ രണ്ടുപേരും അക്യൂപങ്ക്ചർ രീതി, അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്ത് അടക്കം ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും കരമനയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ. അതെ അതെ. അപ്പോൾ ഇവർ രണ്ടുപേരും, ഈ അസ്മയും സിറാജുദ്ദീനും ഈ അക്യൂപങ്ക്ചർ രീതിയിൽ അവർക്ക് ബിരുദം നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അത്തരത്തിൽ എന്തെങ്കിലും വീട്ടിൽ നടത്താനായിട്ട് നോക്കിയതാണോ എന്നുള്ളത് അറിയില്ല. പിന്നെ ഈ അക്യൂപങ്ക്ചർ രീതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഇതൊരു ചൈനീസ്, അവിടെയുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ ആയുർവേദ രീതി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അതിങ്ങനെ കൈമാറി വരുന്നൊരു ചികിത്സാ രീതിയാണ്. അത് കൃത്യമായിട്ട് അതൊന്നും അറിയാത്തവർ ചെയ്തു കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കാം. അതായത് ഏകദേശം നമ്മുടെ ഒരു ബോഡിയിൽ 360ഓളം എനർജി പോയിന്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. അവിടെയൊക്കെ തന്നെ ഈ ചെറിയ നീഡിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അത് ചെറിയ നീഡിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇത് പഠിച്ചിട്ടുള്ളവരായതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും നടത്താൻ നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. ഏതായാലും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ സർക്കാരൊക്കെ തന്നെ വലിയ രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഈ ഒരു ശിശുമരണ നിരക്കൊക്കെ നമുക്ക് കുറയ്ക്കാൻ, അതൊക്കെ നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിലെ. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഇതിനെക്കുറിച്ചൊരു പരിശീലനമോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാത്ത ആളുകൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ദയവ് ചെയ്ത് ചെയ്യരുത്. നമ്മുടെ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലാണെങ്കിലും അല്ലാതെയൊക്കെ തന്നെ ഇന്ന് എല്ലാ സംവിധാനങ്ങളും, ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും, മികച്ച ഡോക്ടർമാരൊക്കെ ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും തന്നെ ആരും ചെയ്യരുത്. കാരണം നമുക്ക് ഇനിയും മരണനിരക്ക്, കാരണം ഇങ്ങനെ ചെയ്തിട്ട് പോയി കോഴിക്കോടുള്ളവർ അവർ കുഞ്ഞിനെ കുഴപ്പമില്ലാതെ, പക്ഷെ അതെല്ലാം നടക്കണമെന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത്. നമുക്കറിയാവുന്ന ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നുകൂടിയാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.